സ്റ്റുഡൻസ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 9 വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഡേ 8 വരെയുള്ള എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ വല്ല വ്യത്യാസവും വരുത്തണം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ഇട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പ്രൊവിഷൻസ് ഈ സിമിലർ ടു ആർട്ടിക്കിൾ 21A? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 51AI, ആർട്ടിക്കിൾ 51AK, ആർട്ടിക്കിൾ 51AH, ആർട്ടിക്കിൾ 51AJ. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51AK ആണ്. നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീൻ്റെ കാര്യമായിട്ട് ഇതിനു മുമ്പും കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 21A എന്നാ പറയുന്നത് 6 തൊട്ട് 14 ഇയേഴ്സ് ഏജിലുള്ള കുട്ടികൾക്ക് മസ്റ്റായിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കണം, കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. അതുപോലെ തന്നെ എന്താ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കൂടിയാണ്. ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ആഡ് ചെയ്ത് വെച്ചാൽ 2002 ഇറക്കിയ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് എന്താ ആർട്ടിക്കിൾ 51AK ഇൻക്ലൂഡ് ചെയ്തത്. അതായത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ആർട്ടിക്കിൾ കൊണ്ടുവന്നത്. ഇനി ഈ ആർട്ടിക്കിൾ കൊണ്ട് എയിം ചെയ്യുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളതാണ് നമ്മളെ എയിം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കി നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ പറഞ്ഞു, ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ആരാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ആദ്യം 10 ഡ്യൂട്ടിയാണ് അതിൽ ആഡ് ചെയ്തത്. പിന്നെ 11ാമത്തെ ഡ്യൂട്ടി ആയിട്ട്, അതായത് 86th അമെൻമെൻറ്റ് പ്രകാരമാണ് എന്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് 51AK എന്നുള്ള ആർട്ടിക്കിൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുത്തത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയ എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറേ തവണയായിട്ട് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം 1976 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് 10 ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത്. 11ാമത്തെ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം. അങ്ങനെ ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 51A പറയുകയാണെങ്കിൽ ഒരു പാരൻ്റ് ആയിക്കോട്ടെ വാർഡ് ആയിക്കോട്ടെ അവർ മസ്റ്റായിട്ടും 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള അവരുടെ കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആർട്ടിക്കിൾ 51AK പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹു അമംഗ് ദ ഫോളോയിങ് അപ്പോയിൻറ്റ്സ് ദ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അറ്റോർണി ജനറൽ, പ്രസിഡന്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്. അതുപോലെ നമ്മൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയാണ് പ്രസിഡന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആര്? ഇലക്ടോറൽ കോളേജാണ് നമ്മൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ പ്രസിഡന്റ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അദ്ദേഹം എന്തായാലും. അതുപോലെ അവർക്ക് 35 വയസ്സ് കഴിഞ്ഞിട്ടും ഉണ്ടാവണം. അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? മെമ്പർ ഓഫ് ലോക്സഭയായിട്ട് എലക്ട് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയായിരിക്കണം അയാൾ. അദ്ദേഹത്തിന് മെമ്പർ ഓഫ് ലോക്സഭ ആവാനുള്ളൊരു ക്വാളിഫിക്കേഷൻ മസ്റ്റായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതാണ് ഈ 3 ക്വാളിഫിക്കേഷനാണ് നമ്മൾ പ്രസിഡന്റ് ആവാൻ മസ്റ്റായിട്ടും പറയുന്ന കാര്യം. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 60 എന്താ ഡീൽ ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ ഓത്തും അഫർമേഷനും ആയിട്ടാണ് ആർട്ടിക്കിൾ 60 ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഈ പ്രസിഡന്റിന്റെ ഓത്ത് അഡ്മയർ ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ അഥവാ ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ, ചീഫ് ജസ്റ്റിസിന്റെ ആബ്സെൻസിൽ ആ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും ആ പ്രസിഡന്റിന്റെ ഓത്ത് അഡ്മയർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ദ പ്രസിഡന്റ് ഷാൾ ഹോൾഡ് ഓഫീസ് ടേം ഫോർ എ ടേം ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് ഹിസ് ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ എൻ്റർ ചെയ്ത് കൃത്യമൊരു 5 വർഷത്തെ ടേം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ all changes in the weather of the earth are caused by the options നോക്കുകയാണെങ്കിൽ altitude, tides, sun,
മൂൺ. നമ്മൾ ആൻസർ വരുന്നത് സണ്ണാണ്. വെതറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആര് കാരണമാണ്? സണ്ണ് കൊണ്ടുവരുന്നതാണ് വെതറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇനി സണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാലക്സിയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആണ്. അതുപോലെ സണ്ണിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണമാണ് എന്താ സണ്ണിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സണ്ണിന് 7 ലെയേഴ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഇന്നർ മോസ്റ്റ് ലെയറിനെ പറയുന്നതാണ് കോർ. അതുപോലെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് കൊറോണ. ഇനി സണ്ണിനെ നമ്മൾ ഹോട്ടസ്റ്റ് ഗ്ലോയിങ് സ്പിയർ എന്നും കൂടി പറയുന്നുണ്ട്. ഹോട്ടസ്റ്റ് ഗ്ലോയിങ് സ്പിയർ ഓഫ് പ്ലാസ്മ എന്ന് കൂടി നമ്മൾ സണ്ണിനെ പറയുന്നുണ്ട്. അതുപോലെ സണ്ണ് കുറേ ഗ്യാസിൻ്റെ കോമ്പിനേഷനാണ് സണ്ണ് എന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ മെയിനായിട്ട് ഹൈഡ്രജൻ എബൌട്ട് 70%, അതുപോലെ ഹീലിയം എബൌട്ട് 28% ആണ് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് സണ്ണിൽ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ റൂളേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ബിൽറ്റ് ഖജുരാഹോ ടെമ്പിൾസ് ബിറ്റ്വീൻ 950 to 1050 AD ഇൻ ദ സെൻട്രൽ ഇന്ത്യ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഗുർജാര പ്രതിഹാര ഡൈനാസ്റ്റി, രാഷ്ട്രകൂട ഡൈനാസ്റ്റി, പാല ഡൈനാസ്റ്റി, ചന്ദേല ഡൈനാസ്റ്റി. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്നത് ചന്ദേല ഡൈനാസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഖജുരാഹോ ടെമ്പിൾസ് ആരാണ്? ചന്ദേൽ കിങ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഹിന്ദുയിസത്തിനും ജൈനിസത്തിനും ഹിന്ദുയിസം ജൈനിസം അവർ അംഗീകരിച്ചൊരു ടെമ്പിളാണ്. അതുപോലെ ചന്ദേല ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം നൂറ്റാണ്ട് തൊട്ട് 11ാം നൂറ്റാണ്ട് വരെയാണ് അവർ മെയിനായിട്ട് റൂൾ ചെയ്ത് വന്ന കാലം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അതായത് 885 തൊട്ട് 1050 വരെയാണ് അവർ ഈ ഖജുരാഹോ ടെമ്പിൾസ് മെയിനായിട്ട് ആ ഏരിയയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ചന്ദേല രാജവംശം എന്ന് പറഞ്ഞാൽ ഗുർജാര പ്രതിഹാര ഡൈനാസ്റ്റീൻ്റെ സാമന്തന്മാരായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഈ ചന്ദേല ഡൈനാസ്റ്റീൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാ? നന്നുക്ക എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ത്യയിലെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ ജേജാക്ക ബുക്തി റീജിയനിലാണ് ഈ ചന്ദേല ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അത് ഈ ജേജാക്ക ബുക്തി എന്ന് പറയുന്നത് ഇന്നത്തെ മധ്യപ്രദേശിലെ ബുന്ദേൽഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ജേജാക്കാൽ ബുക്തി എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഗുർജാര പ്രതിഹാര ഡൈനാസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ രാജസ്ഥാൻ ഗുജറാത്ത് റീജിയൻ, അതായത് വെസ്റ്റേൺ ഇന്ത്യയിൽ പാർട്ടിലായിരുന്നു അവർ റൂൾ ചെയ്ത് വന്നത്. അതുപോലെ തന്നെ 8ാം നൂറ്റാണ്ട് തൊട്ട് 11ാം നൂറ്റാണ്ട് വരെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ ഭരിച്ചിരുന്നത്. അതുപോലെ ഇവരുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹരിശ്ചന്ദ്രയായിരുന്നു അവരുടെ ഗുർജാര പ്രതിഹാര ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രകൂട ഡൈനാസ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രകൂട ഡൈനാസ്റ്റിൻ്റെ മന്യഖേദ എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ ദാന്തി ദുർഗ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ ദാന്തി ദുർഗേനെ നമ്മൾ ദന്തിവർമ്മ രണ്ടാമൻ എന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകയിലെ ഗുൽബർഗ റീജിയനിലായിരുന്നു അവരെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി പാല ഡൈനാസ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരെ ഫസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ഗോപാല എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഗോപാലിയായിരുന്നു പാല ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് റൂളർ. അതുപോലെ തന്നെ അവർ ബംഗാൾ റീജിയനിലായിരുന്നു അവരുടെ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്? ഓപ്ഷൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസാണ്. ഓൾ ഇന്ത്യ സർവീസസിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പെടുന്നില്ല. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 ഓൾ ഇന്ത്യ സർവീസസാണ് ഉള്ളത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് IAS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസ് IFS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. ഇത് 3 നമ്മൾ ഓൾ ഇന്ത്യ സർവീസസ് ആയിട്ട് വരുന്നത്. ഈ ഓൾ ഇന്ത്യ സർവീസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ മിനിസ്ട്രി ആയിക്കോട്ടെ ഏതുമാവാം ആ ഓഫീസിന് അലോട്ട് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റോ മിനിസ്ട്രിയോ ആവാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് അവർക്ക് പ്രത്യേകം അവരുടേതായൊരു സർവീസ് മിനിസ്ട്രി ഉണ്ടാകുന്നതായിരിക്കും. ഇനിയിപ്പം ഇന്ത്യൻ ഫോറിൻ സർവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും അണ്ടറിൽ പെടുന്നതായിരിക്കും ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ സർവീസസിനുള്ള പവേഴ്സ് ആയിക്കോട്ടെ പർപ്പസ് ആയിക്കോട്ടെ റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ അതെല്ലാം ഓൾ ഇന്ത്യ സർവീസസ് ആക്ട് 1951 എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി നമ്മൾ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബേസിക് ക്ലാസ്സസ് എന്നും എക്സ്പേർട്ട് ഫാക്കൽറ്റി വന്നിട്ട് നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേസിക് സർക്കിൾസ് ഉണ്ടാവും. ബേസിക് സർക്കിൾസിൽ മെൻറ്റേഴ്സ് വന്നിട്ട് നമുക്ക് ബേസിക് മെറ്റീരിയൽസ് ആണ് 5 or 6 ആളായിട്ടുള്ള ഗ്രൂപ്പായി ഇരുത്തി അവർക്ക് ബേസിക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് അവരത് ചെയ്യാൻ ക്യാപ്പബിൾ ആക്കുന്നതായിരിക്കും. അത് കഴിയുമ്പം ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട് അവർക്ക് എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും. എക്സ്ട്രീം സർക്കിൾസും 5-6 ആളായിട്ടുള്ള ഗ്രൂപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അവിടെ ബേസിക് സർക്കിൾസിന് എക്സ്ട്രീം സർക്കിൾസിലേക്കുള്ള വ്യത്യാസം എന്ന് പറയാൻ അവർക്ക് കുറച്ചും കൂടി ഹയർ ലെവൽ മെറ്റീരിയൽസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഒരു മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആണ് സൂപ്പർ ബാച്ചസ്. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 1-2 മാസത്തിനിടക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ച് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ഓരോ എക്സാമിനും ഓരോ സൂപ്പർ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ റിപ്പ് സെക്ഷൻ ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് സീരീസ് വെച്ച് നിങ്ങളുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് റിപ്പ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ കണ്ടിട്ട് ആ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ തന്ന് നമ്മുടെ ലെവൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക എന്നതുകൊണ്ടാണ് മോക്ക് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരാന്ത റേസിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് കൂടിയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അതുപോലെ വരാന്ത റേസിലേക്ക് ജോയിൻ ചെയ്യാൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ച് ഉണ്ട്. അതുപോലെ സാറ്റർഡേ സൺഡേ ഈ വീക്കെൻഡ് ബാച്ചസും ഉണ്ടാകുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ വരുന്ന കുട്ടികൾക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയിരിക്കും ബാച്ചസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈറ്റിൽ ഓഫ് ദ ഓട്ടോബയോഗ്രഫി രസുന്ദരി ദേവി ഈസ് ഓപ്ഷൻസ് അമർ ജിബോൺ, സംസ്ചിത്രേ, ദ മെമ്മറീസ് ഓഫ് സ്പിരിറ്റഡ് വൈഫ്, ആലോ ആന്താരി, രാസീതി ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് അമർ ജിബോനാണ്. അമർ ജിബനാണ് ആരെ? രസുന്ദരി ദേവിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഈ രസുന്ദരി ദേവി ആരാ വെച്ചാൽ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഓട്ടോബയോഗ്രഫി എഴുതുന്ന ഒരു വനിതയാണ് ആര്? രസുന്ദരി ദേവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകം 1876 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ എന്താ ഇന്ത്യൻ സൊസൈറ്റിയിൽ ആ സമയത്തുണ്ടായ സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കുറിച്ചായിരുന്നു അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ഈ പുസ്തകം ആദ്യം ബംഗാളിയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്കാശി ചാറ്റർജി എന്ന് പറഞ്ഞ വ്യക്തി അത് ബാക്കി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഗട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 വിത്ത് ഡാഷ് കൺട്രീസ് ആസ് എ ഗ്ലോബൽ ട്രേഡ് ഓർഗനൈസേഷൻ ടു അഡ്മിനിസ്റ്റർ all multilateral trade agreement by providing equal opportunities to all countries in the international market for trading purposes. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 29, 23, 35, 28. നമ്മൾ ആൻസർ ഇടുന്നത് 23 ആണ്. അപ്പോൾ ഗട്ട് എന്ന് പറയുന്നത് എന്താ? ജനറൽ അഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അതാണ് ഗട്ടിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് 1947 സൈൻ ചെയ്തൊരു എഗ്രിമെൻ്റ് ആണ്. അതുപോലെ ഗട്ട് പക്ഷേ എഫക്റ്റിൽ വന്നത് എപ്പാ? ജനുവരി 1, 1948. അതുപോലെ ഇവരെ ഓഫീസ് എവിടെയാ? ജനീവയിലാണ് ഇവരെ ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഗട്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എന്താ? താരിഫും അതുപോലെ കോട്ടാസും റെഡ്യൂസ് ചെയ്ത് ഒരു ട്രേഡ് ലിബറലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെമ്പർ നേഷൻസിൽ എല്ലാ ട്രേഡ് ഡിസ്ക്രിമിനേഷനും റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ വേറൊരു പർപ്പസ്, അതുപോലെ എയിം എന്ന് പറയുന്നത്. അതുപോലെ 7 റൗണ്ട് നെഗോഷിയേഷൻസ് 1947 തൊട്ട് 1993 വരെ വെച്ചിട്ട് അവർ അവരെ ആവറേജ് താരിഫ് റെഡ്യൂസ് ചെയ്തു. എത്രയെന്ന്? 40 അത് 5% എത്തിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു. അതുപോലെ ഈ ഗട്ട് കാരണം അവർ ഒരു എക്കണോമിക് ഗ്ലോബലൈസേഷൻ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ് cannot be suspended even when emergency is declared in the country. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 22 and 23, ആർട്ടിക്കിൾ 20 and 21, ആർട്ടിക്കിൾ 19 and 20, ആർട്ടിക്കിൾ 21 and 22. നമ്മൾ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 20 and 21. എമർജൻസി ഉണ്ടായാലും നമുക്ക് ആർട്ടിക്കിൾ 20 and 21 നമ്മുടെ സിവിൽ സിറ്റിസൻസിനടുത്ത് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് എന്താ? ഏതൊരു സിറ്റിസൺ ആയിക്കോട്ടെ അവർ ക്രൈം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവർ ഒരു ലോ വയലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 20 പ്രകാരം പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 21 സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ എന്താ? അവരുടെ പേഴ്സണൽ ലിബേർട്ടി നമുക്ക് എന്ത് ചെയ്യും? ഡിപ്രീവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓരോ സിറ്റിസൻ്റെയും പേഴ്സണൽ ലിബേർട്ടി നമുക്ക് ഡിപ്രീവ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതുപോലെ ഈ ആർട്ടിക്കിൾ 359 എന്താ പറയുന്നത് വെച്ചാൽ എമർജൻസി ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ആർട്ടിക്കിൾ 20 and 21 എന്താ സിറ്റിസൻസിനടുത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്.
അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കാർബൺ ഡേറ്റിംഗ് മീൻസ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ ഡെൻസിറ്റി ഓഫ് ഫിസിൽ മെറ്റീരിയൽ. അടുത്ത ഓപ്ഷൻ എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ റിമെയിൻസ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ ഇൻ ഹാർഡ് റോക്ക്. അടുത്ത എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് വെരി ഓൾഡ് ഒബ്ജെക്ട്സ് ബൈ മെഷറിംഗ് ദ amount of different forms of carbon in them. Last option a method of determination of weight of a very old rock. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് വെരി ഓൾഡ് ഒബ്ജെക്ട്സ് ബൈ മെഷറിംഗ് ദ എമൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബൺ ഇൻ ദം. അതായത് കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു വളരെ പഴക്കമുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒബ്ജക്റ്റിൽ എത്ര കാർബണിൻ്റെ അലോട്രോപ്പ് പ്രസൻ്റ് ആണ് അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഏജ് തീരുമാനിക്കുന്നത്. ആ ഒരു മെത്തേഡാണ് കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അത് എന്ത് ഡിറ്റർമൈൻ ചെയ്യും? ഒരു അപ്രോക്സിമേറ്റ് ഏജ് ഓഫ് വൺസ് ലിവിങ് മെറ്റീരിയൽ, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഒരു വസ്തുവിൻ്റെ അപ്രോക്സിമേറ്റ് ഏജ് നമുക്ക് ഈ മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കാർബൺ ഡേറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിനെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നും കൂടി പറയുന്നുണ്ട്. അത് ഇതിലെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ കാർബണിൻ്റെ വേരിയസ് ഐസോടോപ്സ് ആ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് എത്ര കാലമായി ഇത് പഴക്കമുള്ളതാണെന്ന് നോക്കുന്നത്. അതുപോലെ കാർബൺ 14 ആയിരിക്കും മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളൊരു എലോട്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഈ കാർബൺ 14 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റിലായിരിക്കും അത് ഡീകേ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഓർഗാനിസം ജീവിച്ചിരുന്ന് അത് മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഈ കാർബൺ 14 കുറഞ്ഞു വരും. അപ്പം റിമൈനിങ് ആയിട്ട് എത്ര കാർബൺ 14 ഉണ്ട്, എത്ര അലോട്രോപ്പ് ഉണ്ട്, അതിൻ്റെ റെസിഡ്വൽ റേഡിയോ കാർബൺ നോക്കിയിട്ടാണ് ഇവർ ആ വസ്തുവിന് എത്ര ഏജ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ ഈ ഐഡിയ, ഈ മെത്തേഡ് 1940 വില്യാർഡ് ലിബിയാണ് കൊണ്ടുവന്നത്. അതുപോലെ ഈ മെത്തേഡിന് ആർക്കിയോളജിസ്റ്റ് കിറ്റ് എന്ന് കൂടിയാണ് പറയുന്നത്. അതുപോലെ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് 50,000 വർഷം പഴക്കമുള്ളൊരു ഓർഗാനിസമാണ്. അപ്പോൾ ഇത്രയും വർഷം മുമ്പുള്ളൊരു വസ്തുവിൻ്റെ കാലപ്പഴക്കം വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ വിച്ച് ഇയർ വാസ് ദ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, അതായത് NCPCR എസ്റ്റാബ്ലിഷ്ഡ്? ഓപ്ഷൻസ് 2014, 2007, 2005, 2010. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് 2007 ആണ്. 2007 NCPCR എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ NCPCR എന്ന് പറയുന്നത് എന്താ, മാർച്ച് 2007 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ അതിൻ്റെ കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഫോർ ചൈൽഡ് റൈറ്റ് CPCR ആക്ട് 2005 പ്രകാരമാണ് NCPCR നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇതെന്ന് പറയുന്നത് NCPCR എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ NCPCR. അതുപോലെ തന്നെ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് CPCR ആക്ട് 2005 വന്നത് ഈ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലാണ്. അതുപോലെ ഇവർ പറയുന്നത് പ്രകാരം ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഇൻ ദ 0 to 18 years ഏജ് ഗ്രൂപ്പ്, 0 തൊട്ട് 18 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പുള്ള ഒരു വ്യക്തിനെയാണ് ഇവർ ചൈൽഡ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ NCPCR സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ ലെവൽ, ലോക്കൽ ബോഡീസ് ലെവലും ഇവർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞ 10 ക്വസ്റ്റ്യനും നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഒന്നും കൂടി പഠിച്ചു വരും. അതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത് കുറച്ച് പ്രാവശ്യമായി നമ്മൾ തവണകളായി കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒന്ന് പഠിച്ചു വരേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.